കാര്യങ്ങളുണ്ട്, അനാലിസിസിന്റെ കാര്യങ്ങളുണ്ട്. നോം വരുന്നതോടുകൂടി അവിടെ ഒരു ടോപ്പോളജി വരികയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഓൾജിബ്രായിക് ഓപ്പറേഷൻസ് ഉണ്ട്, നോമും ഉണ്ട്. ഇനി ഇത് കൂടാതെ അങ്ങനെ ഒരു ബനാക് സ്പേസിൽ നമ്മൾ മറ്റൊരു ഓൾജിബ്രായിക് ഓപ്പറേഷൻ കൂടി ഡിഫൈൻ ചെയ്തു എന്നിരിക്കട്ടെ. പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കാൻ പോകുന്നത്. ആ പ്രോഡക്റ്റും ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അതായത് എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ്, അതായത് ഈ പ്രോഡക്റ്റ് മറ്റ് ഓപ്പറേഷൻസുമായി കോമ്പാറ്റിബിൾ ആവണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെഡ്, എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് സെഡ് പ്ലസ് വൈ ഡോട്ട് സെഡ്. അതുപോലെ അതായത് ഈ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ ഈ അഡീഷനുമായിട്ട് അതിനൊരു കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിന് ലീനിയർ ഇൻ ദ സെക്കൻഡ് വേരിയബിൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ പ്രോഡക്റ്റിന് ഒരു ഫംഗ്ഷൻ ആയിട്ട് മനസ്സിലാക്കിയാൽ അല്ലെ സെക്കൻഡ് വേരിയബിൾ അത് ലീനിയർ ആണ്. കാരണം സെക്കൻഡ് വേരിയബിൾ നോക്കൂ, എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട്. അതുപോലെ ഫസ്റ്റ് വേരിയബിളിലും അത് ലീനിയർ ആണ് എന്നുള്ളതാണ് എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് സെഡ് പ്ലസ് വൈ ഡോട്ട് സെഡ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ ആൽഫ എക്സ് ഡോട്ട് വൈ എന്നുള്ളത് ആൽഫ എക്സ് ഡോട്ട് വൈ ആവണം. ദാറ്റ് വിൽ ബി ദ സെയിം ആസ് എക്സ് ഡോട്ട് ആൽഫ വൈ ആവണം. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് സ്കേലാർ ആയിരിക്കും. കൂടാതെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആയിരിക്കണം. ദെൻ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് വേരിയബിൾ എക്സ് ആൻഡ് വൈ. അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എൻ എക്സിലേക്ക് കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എൻ വൈ എന്ന പ്രോഡക്റ്റ് എക്സ് വൈയിലേക്ക് കൺവേർജ് ചെയ്യും. അതുപോലെ വൈ എൻ വൈയിലേക്ക് കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ എൻ എന്ന പ്രോഡക്റ്റ് എക്സ് വൈയിലേക്ക് കൺവേർജ് ചെയ്യും. അതാണ് ദ പ്രോഡക്റ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു എവ്രി വേരിയബിൾ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ വേരിയബിൾ, രണ്ട് വേരിയബിളേ ഉള്ളൂ, എക്സും വൈയും. അപ്പോൾ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ഇംപ്ലൈസ് എക്സ് എൻ വൈ കൺവേർജസ് ടു എക്സ് വൈ. അതാണ് എക്സ് എന്ന വേരിയബിളിൽ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ അർത്ഥം. അതുപോലെ വൈ എൻ കൺവേർജസ് ടു വൈ ഇംപ്ലൈസ് എക്സ് വൈ എൻ കൺവേർജസ് ടു എക്സ് വൈ. അതാണ് വൈ എന്ന വേരിയബിളിൽ കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞ വൈ എന്ന വേരിയബിളിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പോഴുള്ള മീനിങ്. പിന്നെ ഈ പ്രോഡക്റ്റിന് ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണം. അതായത് there will be some element E such that x dot E equal to E dot x equal to x for every x belongs to A. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ബനാക് സ്പേസുകളെ നമ്മൾ ബനാക് ഓൾജിബ്ര എന്ന് വിളിക്കും. അപ്പോൾ റഫായിട്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് നമുക്കതിനെ റിംഗ് വെക്ടർ സ്പേസ് എന്ന് മനസ്സിലാക്കാം. അതായത് റിങ്ങിന്റെ സ്ട്രക്ചർ കൂടി എവിടെ വന്നേക്കുന്നത്. ഓൾറെഡി ഇത് വെക്ടർ സ്പേസ് ആണ്, നോമുണ്ട്, വെക്ടർ സ്പേസ് ആണെന്ന് മാത്രമല്ല നോമും ഉണ്ട്, ബനാക് സ്പേസ് ആണ്. കൂടാതെ റിംഗ് സ്ട്രക്ചർ കൂടി അവിടെ വരിക ചെയ്യുക. പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞതിലൂടെ നമുക്കറിയാം റിങ്ങിന്റെ ഡെഫിനേഷൻ. നമ്മൾ ഓൾജിബ്രയിൽ റിങ്ങിന്റെ ഡെഫിനേഷൻ പഠിക്കുമ്പോൾ നമുക്കിതാ ഈ എക്സ് ഡോട്ട് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് സെഡ് ഉണ്ടാവും. എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഈക്വൽ ടു എക്സ് ഡോട്ട് സെഡ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഉണ്ടാവും. പിന്നെ ഓൾജിബ്രയിൽ നമ്മൾ റിങ് പഠിക്കുമ്പോൾ അവിടെ ആകെ അഡീഷൻ മാത്രമേ ഓപ്പറേഷൻ ആയിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കൂടി ആ പ്രോഡക്റ്റ് എടുക്കുന്നത്. ഇവിടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും കൂടി ഉണ്ട്. അപ്പോൾ അതുമായിട്ട് കൂടി കോമ്പാറ്റിബിൾ ആവണം. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ വരുന്നത്. ദെൻ നമുക്ക് അസോസിയേറ്റിവിറ്റി ഉണ്ട്, അത് റിങ്ങിൻ്റെ ഡെഫിനേഷനിൽ ഉള്ളതാണ്. ഓൾജിബ്രയിൽ നമ്മൾ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നതിലൊന്നും മീനിങ് ഇല്ല, കാരണം അവിടെ നോം സ്ട്രക്ചറോ ടോപ്പോളജിയോ ഒന്നുമില്ല. ഇവിടെ ബനാക് സ്പേസ് ആണ്, നോം സ്ട്രക്ചർ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ്. നോക്കൂ, നമുക്കറിയാം ഈ ലീനിയർ ഓൾജിബ്ര കഴിഞ്ഞ് നമ്മൾ ഫങ്ഷണൽ അനാലിസിസ് ഒക്കെ പഠിക്കുമ്പോൾ നോം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അഡീഷനും സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ഈ നോമിനോടനുബന്ധിച്ച് കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എക്സ് എൻ എക്സിലേക്കും വൈ എൻ വൈയിലേക്കും കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എൻ പ്ലസ് വൈ എൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈയിലേക്ക് കൺവേർജ് ചെയ്യും. അതുപോലെ ആൽഫ എൻ കൺവേർജസ് ടു ആൽഫ ആണെങ്കിൽ ആൽഫ എൻ എക്സ് കൺവേർജസ് ടു ആൽഫ എക്സ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ ആൽഫ എക്സ് എൻ കൺവേർജസ് ടു ആൽഫ എക്സ് ആണ്. അപ്പോൾ ആ ഓപ്പറേഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പ്രോഡക്റ്റും കണ്ടിന്യൂസ് ആയിരിക്കണം. യഥാർത്ഥത്തിൽ ചിലപ്പോൾ ചില ബനാക് ഓൾജിബ്രയുടെ ഡെഫിനേഷനിലൊന്നും ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് ഉണ്ടാവില്ല. അതിന് പകരം വേറൊരു പ്രോപ്പർട്ടിയാണ് അവർ പറയുക. നമ്മുടെ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം. ആ പ്രോപ്പർട്ടി ഒരു തിയറമായിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു ലൈൻ ഓഫ് ആർഗ്യുമെന്റ് തന്നെ സ്വീകരിക്കാം. പിന്നെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുമ്പോൾ, വേറെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ഈ ഐഡന്റിറ്റി വേണമെന്നുള്ളത് പലപ്പോഴും ബനാക് ഓൾജിബ്രയിൽ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം അത് ബനാക് ഓൾജിബ്ര വിത്ത് ഐഡന്റിറ്റി അല്ലെങ്കിൽ യൂണിറ്റൽ ബനാക് ഓൾജിബ്ര എന്നൊക്കെയാണ്
ഐഡന്റിറ്റി എലമെന്റ് ഉള്ള ബനാക് ഓൾജിബ്രകളെ മറ്റു ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ബനാക് ഓൾജിബ്ര ആവണമെങ്കിൽ തന്നെ അതിന് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാകണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൾജിബ്രായിക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ബനാക് ഓൾജിബ്ര. അപ്പോൾ ബനാക് ഓൾജിബ്ര ആകുമ്പോൾ കുറേ കൂടി റിച്ചായി. അത് ലീനിയർ സ്പേസ് ആണ്, നോംഡ് സ്പേസ് ആണ്, ബനാക് സ്പേസ് ആണ്, റിംഗ് ആണ്. എല്ലാ ഓൾജിബ്രായിക് ഓപ്പറേഷൻസും കണ്ടിന്യൂസ് ആണ്, എല്ലാ ഓപ്പറേഷൻസും അസോസിയേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ അഡീഷൻ ഐഡന്റിറ്റി എലമെന്റ് എങ്ങനെയാലും ഉണ്ടെന്ന് അറിയാം. മൾട്ടിപ്ലിക്കേഷനും അല്ലെങ്കിൽ പ്രോഡക്റ്റിനും ഐഡന്റിറ്റി എലമെന്റും ഉണ്ട്. ഇതാണ് ബനാക് ഓൾജിബ്രയുടെ ഡെഫിനിഷനായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എക്സാമ്പിൾസ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യാം. കാരണം നമ്മൾ അതിന് മുമ്പ് നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതൊരു ബനാക് ഓൾജിബ്രയ്ക്ക് എക്സാമ്പിൾ ആയിരിക്കും. അവിടുത്തെ അഡീഷൻ എന്ന് പറയുന്നത് സാധാരണ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷൻ, സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ ഓവർ സി ആകുമ്പോൾ ഉള്ള സാധാരണ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ അത് തന്നെയാണ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും അത് സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് together with the usual operations of addition, scalar multiplication and the usual product of complex numbers with the norm defined as the absolute value function. Absolute value function norm ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു ബനാക് സ്പേസ് ആണ്, അത് റിംഗ് ആണ്, അത് വെക്ടർ സ്പേസ് ആണ്, അതൊരു ബനാക് ഓൾജിബ്ര ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ ഒരു ബനാക് ഓൾജിബ്രയെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് വിളിക്കുന്നത് ഈ പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് കൂടി ആകുമ്പോഴാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ സി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒരു കമ്മ്യൂട്ടേറ്റീവ് ബനാക് ഓൾജിബ്രയ്ക്ക് എക്സാമ്പിൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പ്രൂവ് ചെയ്യുന്ന ഒരു റിസൾട്ട് ഇതാണ്. അതായത് നമ്മൾ ഏതൊരു ബനാക് ഓൾജിബ്രയും കൺസിഡർ ചെയ്യുന്നു എന്നിരിക്കട്ടെ. എ എന്ന് പറയുന്നത് ഒരു ബനാക് ഓൾജിബ്രയാണെന്ന് കരുതട്ടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നോം ഉണ്ടായിരിക്കും. അവിടെ ഒരു അഡീഷൻ ഉണ്ട്, അവിടെ ഒരു സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, പ്രോഡക്റ്റ് ഉണ്ട്, നോം ഉണ്ട്. ആ നോമിനോട് അനുബന്ധിച്ച് അത് കംപ്ലീറ്റ് ആണ്, ബാക്കി എല്ലാ കണ്ടീഷൻസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എയിൽ ഓൾറെഡി ഉള്ള നോമിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള മറ്റൊരു നോം കാണാൻ കഴിയും. അതിനെ നമ്മൾ മോഡുലസ് എക്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. ഓൾറെഡി ഉള്ള നോമിനെ നോം എന്ന് വിശേഷിപ്പിക്കുന്നു. there exists an equivalent norm. Equivalent norm എന്ന് പറഞ്ഞാൽ there is a norm which is equivalent to the given norm on the Banach algebra. ഈ equivalent normന്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it satisfies this condition. മൾട്ടിപ്ലിക്കേറ്റീവ് കണ്ടീഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മോഡുലസ് ഓഫ് x dot y is less than or equal to mod x dot mod y. And the modulus of the modulus or the norm തന്നെയാണ് കേട്ടോ. നമ്മൾ ആ മോഡുലസ് എന്ന് പറയുന്ന നൊട്ടേഷൻ കൊടുക്കുന്നത് ഇക്വലന്റ് നോം ആണ്. അത് ഈ ഐഡന്റിറ്റി എലമെന്റിന്റെ നോം എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ ഏതൊരു ബനാക് ഓൾജിബ്ര തന്നിരുന്നാലും നമുക്ക് ആ ബനാക് ഓൾജിബ്രയിലെ നോമിനോട് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഈക്വലന്റ് ആയിട്ടുള്ള ഒരു നോം കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം. Is the statement clear? Yes, sir. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു എവറി വേരിയബിൾ എന്ന കണ്ടീഷന് പകരം പല ടെക്സ്റ്റ് ബുക്കുകളിലും കൊടുക്കുന്ന കണ്ടീഷൻ ഇതായിരിക്കും. നോം എക്സ് ഡോട്ട് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഇൻറ്റു നോം വൈ. അതുപോലെ നോം ഇ ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് എല്ലാ നോമുകൾക്കും എല്ലാ ബനാക് ഓൾജിബ്രയിലെ ഏതൊരു നോമിനും ഈ കണ്ടീഷൻ ശരിയാണ് എന്ന് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റും. കാരണം നോമുകൾ ഈക്വലൻ്റ് ആണല്ലോ. ഇതിനുള്ള പ്രോപ്പർട്ടികളൊക്കെ നമ്മുടെ ബനാക് ഓൾജിബ്രയിലെ നോമിനും ഉണ്ടാവും. അപ്പോൾ ഈ റിസൾട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബനാക് ഓൾജിബ്രയിലെ നോമിന് ഈ കണ്ടീഷൻ എല്ലായ്പ്പോഴും ഉണ്ടാകും എന്ന കാര്യം നമ്മൾ സ്വീകരിക്കും. ഓക്കെ, എങ്ങനെ ഇത് പ്രൂവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം. ബനാക് ഓൾജിബ്രയിലെ ഏതൊരു എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എടുത്താലും, ബനാക് ഓൾജിബ്രയിലെ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യുകയാണ്. എയിൽ നിന്ന് എയിലേക്ക് തന്നെ അത് എന്താ മൾട്ടിപ്ലിക്കേറ്റീവ് ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതായത്
ടി എക്സ് ഓഫ് വൈ. എക്സ് എന്ന് പറഞ്ഞൊരു ഫിക്സ്ഡ് എലമെന്റ് ഓഫ് ദ ബനാക് ഓൾജിബ്ര. നമ്മുടെ ഒരു ലീനിയർ ഓപ്പറേറ്റർ ടി എക്സ് ഫ്രം എ ടു എ given by tx of y equal to x dot y, where y belongs to a എന്നുള്ളത് നമ്മൾ എടുക്കും. Let me അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ബനാക് ഓൾജിബ്ര ഉണ്ട്. റിമെമ്പർ അവിടെ നമുക്കൊരു നോം ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഫിക്സ്ഡ് എലമെന്റ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ഈ എക്സ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എയിൽ നിന്ന് എയിലേക്ക് ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്? ടി എക്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ എന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന മാപ്പ്. അത് ആ മാപ്പ് ഒരു ലീനിയർ മാപ്പ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം എന്താ? നിങ്ങൾക്ക് ടി എക്സ് ഓഫ് വൈ വൺ പ്ലസ് വൈ ടു എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ട് വൈ വൺ പ്ലസ് വൈ ടു എന്ന് കിട്ടും. ബനാക് ഓൾജിബ്ര ആയതുകൊണ്ട് എക്സ് ഡോട്ട് വൈ വൺ പ്ലസ് വൈ ടു എന്ന് പറയുന്നത് എക്സ് ഡോട്ട് വൈ വൺ പ്ലസ് എക്സ് ഡോട്ട് വൈ ടു എന്ന് കിട്ടും. അതായത് ടി എക്സ് ഓഫ് വൈ വൺ പ്ലസ് ടി എക്സ് ഓഫ് വൈ ടു എന്ന് കിട്ടും. അതുപോലെ ടി എക്സ് ഓഫ് ആൽഫ വൈ എന്ന് പറയുന്നത് എക്സ് ഡോട്ട് ആൽഫ വൈ. എഗെയിൻ ബനാക് ഓൾജിബ്രയുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ നമുക്ക് അതിനെ ആൽഫ എക്സ് ഡോട്ട് വൈ എന്ന് എഴുതാൻ പറ്റും. അതായത് ആൽഫ ടി എക്സ് ഓഫ് വൈ എന്ന് പറയാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ടി എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ. ഇനി അത് ബൗണ്ടഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതിന് നമ്മൾ പറയണത് നോക്കൂ, എക്സ് ഡോട്ട് വൈ കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു വൈ ആയതുകൊണ്ട് ലീനിയർ ഓപ്പറേറ്റർ ടി എക്സ് കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ അത് ബൗണ്ടഡും ആയിരിക്കുമല്ലോ. അപ്പോൾ നോക്കൂ, നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് പറ്റും. അതായത് ഈ ടി എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വൈ എൻ വൈയിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ ടി എക്സ് വൈയിലേക്ക് കൺവേർജ് ചെയ്യും എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് വൈ എൻ വൈയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ടി എക്സ് ഓഫ് വൈ എൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡോട്ട് വൈ എൻ ആണ്. പക്ഷേ ബനാക് ഓൾജിബ്രയിൽ നമ്മൾ പറഞ്ഞു the product is continuous with respect to both variables. In particular, the product is continuous with respect to the variable y. അതായത് yn converges to y ആണെങ്കിൽ x dot yn converges to x dot y എന്ന് നമുക്ക് കിട്ടും. അതായത് നമുക്ക് എന്ത് കിട്ടും? ടി എക്സ് ഓഫ് വൈ എന്ന് നമുക്ക് കാണാനായിട്ട്. So yn converges to y gives txyn converges to txy because the product is continuous with respect to the variable y. Therefore, tx is continuous. Is that okay? Yes, sir. Yes, sir. And as far as linear operators are concerned, continuity and boundedness are basically the same thing. So, hence, it is a bounded ലീനിയർ ഓപ്പറേറ്റർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടി എക്സ് എന്ന് പറയുന്നത് എവിടെയുള്ള ആളാണ്? സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സ് ഓൺ എയിലുള്ള ഒരു അംഗമാണ് എന്ന് നമുക്ക് കിട്ടും. എൽ ഓഫ് എക്സ് കോമ വൈ എന്നുള്ളതിന് പകരം ഇപ്പോൾ എക്സും വൈയും ഒന്ന് തന്നെയാണെങ്കിൽ നമ്മൾ എൽ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നതിന് പകരം ഇവിടെ എക്സ് എന്നുള്ളത് എ ആയതുകൊണ്ട് നമ്മൾ എൽ ഓഫ് എ എന്ന് വിളിക്കുന്നു. ഇനി അപ്പം നമുക്ക് മനസ്സിലാവുന്ന കാര്യം, എയിലെ ഏതൊരു എക്സ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എൽ ഓഫ് എയിൽ ഒരു ടി എക്സ് എന്ന് പറഞ്ഞ ഒരാളെ കിട്ടും. അത് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ നമുക്ക് ഒരു മാപ്പ് ഡിഫൈൻ ചെയ്യാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. വി ഡിഫൈൻ ഫൈ ഫ്രം എ ടു എൽ ഓഫ് എ ആസ്
phi of x equal to tx. Is that okay? Yes, sir. Then again it is very easy to see that phi is linear. So phi ഒരു linear map ആണ്. മാത്രമല്ല phi of x dot y എന്ന് പറയുന്നത് phi of x phi of y ആയിരിക്കും. അത് ഇങ്ങനെ കാണാൻ പറ്റും. വളരെ എളുപ്പമാണ്. For every x1 x2 belongs to a and y belongs to a. നോക്കൂ phi of x phi linear ആണെന്ന് തെളിയിക്കാൻ നമുക്ക് phi of x1 plus x2 equal to phi of x1 plus phi of x2 എന്ന് ആദ്യം തെളിയിക്കണം. റിമെമ്പർ phi of x1 plus x2 എന്ന് പറയുന്നത് L of A ഒരു എലമെന്റ് ആണ്. അത് phi of x1 plus phi of x2 എന്ന L of A എലമെന്റിനോട് തുല്യമാണെന്ന് പറയാൻ ഇതൊക്കെ മാപ്പുകളാണല്ലോ. അപ്പോൾ ആ സ്പേസിലുള്ള ഏതൊരു എലമെന്റിന്റെയും phi of x1 plus x2 പ്രകാരമുള്ള ഇമേജും phi of x1 plus phi of x2 പ്രകാരമുള്ള ഇമേജും തുല്യമാണെന്ന് പറയണം. അങ്ങനെയാണല്ലോ നമ്മൾ ഫംഗ്ഷൻസ് ഈക്വൽ ആണെന്ന് തെളിയിക്കുക. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫോർ എവറി x1 x2 belongs to a and for every y belongs to a നമുക്ക് എന്ത് കിട്ടും? phi of x1 plus x2 of y എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം tx1 plus x2 of y. അപ്പോൾ txന്റെ ഡെഫിനിഷൻ പ്രകാരം x1 plus x2 dot y. Banach algebraiലെ ആക്സിയംസ് ഉപയോഗിച്ച് x1 dot y plus x2 dot y, അതായത് tx1 of y plus tx2 of y, അതായത് phi of x1 of y plus phi of x2 of y, അതായത് phi of x1 plus phi of x2 of y. So this is true for every y. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? phi of x1 plus x2 equal to phi of x1 plus phi of x2. And x1 x2 are arbitrary elements. So it shows that linearity ആയില്ല. phi of x1 plus x2 equal to phi of x1 plus phi of x2 for every x1, x2 belongs to a എന്ന് കിട്ടും. Okay. അതുപോലെ if you take any x belongs to a, alpha belongs to k and y belongs to a, phi of alpha x of y is by definition t alpha x of y equal to alpha x dot y, that is alpha x dot y, that is alpha tx of y, that is alpha phi of x of y. And that is true for every y. Therefore, phi of alpha is equal to alpha phi of x for every x belongs to a and for every alpha belongs to k, which shows that phi is linear. Clear അല്ലേ അത്? It's very straightforward. Yes, sir. അതുപോലെ ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, phi ലീനിയറും ആണ്. phi of x dot y equal to phi of x phi of y, അതും വളരെ എളുപ്പത്തിൽ കിട്ടും. നോക്കൂ tx y of z എന്താന്ന് നോക്കാം. Where z is any element of a, you take z as any element of a, then tx y of z definition പ്രകാരം xy dot z, x dot y dot z. ഈ xy എന്ന് പറഞ്ഞാൽ x dot y ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ Banach algebraiൽ xy എന്ന് എഴുതി കഴിഞ്ഞാൽ ആ x dot y ആണ് നമ്മൾ xy എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ ഫൈൻ. അപ്പോൾ എഗെയിൻ Banach algebraiയുടെ ആക്സിയം പ്രകാരം x dot y dot z നെ നമുക്ക് x dot y dot z എന്ന് എഴുതാം. അതായത് x dot ty of z. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ty of z എന്ന് പറയുന്നത് എയിലെ ഒരു എലമെന്റാണ്. അപ്പോൾ ആ എലമെന്റിനെ ലെഫ്റ്റ് സൈഡിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം ആ എലമെന്റിന്റെ ടി എക്സ് പ്രകാരമുള്ള ഇമേജ് കണ്ടു എന്നാണ്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ടി എക്സ് ഓഫ് ടി വൈ ഓഫ് സെഡ്. അതാണ് ടി എക്സ് ടി വൈ ഓഫ് സെഡ് എന്ന്. ഇപ്പോൾ ഞാനിവിടെ ഫൈ ഓഫ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വൈ എന്ന് പറയുമ്പോൾ ഈ ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വൈ എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സും ഫൈ ഓഫ് വൈയും എൽ ഓഫ് എയിൽ എലമെന്റ്സാണ്. അവിടെ ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷനാണ്. എയും ബിയും ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ എ ബി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ ഓഫ് ബി ഓഫ് എക്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ദാ എക്സ് ഡോട്ട് ടി വൈ സെഡ് എന്ന് പറഞ്ഞാൽ ടി വൈ സെഡ് എന്ന് പറയുന്ന എലമെന്റിനെ എക്സ് കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ടി എക്സിന്റെ ഡെഫിനിഷൻ പ്രകാരം അത് ടി എക്സ് ഓഫ് ടി വൈ സെഡ് ആണ്. അതായത് ടി എക്സ് കോമ്പോസിഷൻ ടി വൈ സെഡ് ആണ്, അല്ലെങ്കിൽ ടി എക്സ് ടി വൈ സെഡ് ആണ്. അതായത് ടി എക്സ് വൈ എന്ന് പറയുന്നത് ടി എക്സ് ടി വൈ ആണെന്ന് കിട്ടും. അതായത് ഫൈ ഓഫ് എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് ഫൈ ഓഫ് എക്സ് കോമ്പോസിഷൻ ആണ് കേട്ടോ. നമ്മളതിനെ ഈ ഓപ്പറേറ്റേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ എ കോമ്പോസിഷൻ ബി എന്നല്ല എ ബി എന്നാണ് നമ്മൾ പറയാറ്. എ കോമ്പോസിഷൻ എ സ്ക്വയർ എന്നൊക്കെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ഓക്കെ, ഫൈ ഓഫ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വൈ എന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ഈ ഫൈ എന്ന് പറയുന്നത് ലീനിയർ ആണ് എന്നും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നും കിട്ടും. So then phi is linear
and phi of x dot y. So this dot is the product in the Banach algebra, and here I'm not writing dot. Phi of x, phi of y. Remember, phi of x and phi of y are elements of L of A. So this product means the composition of operators. I hope it is clear. Clear answer. Okay. Now this phi is in fact 1 1 as well. Phi is 1 1. കാരണം നോക്കൂ, phi x 0 ആണ് എന്ന് വിചാരിക്കൂ. phi x 0 ആണ് എന്ന് പറഞ്ഞാൽ ടി എക്സ് സീറോ ഓപ്പറേറ്റർ ആണ് എന്നാണ് അർത്ഥം. ടി എക്സ് സീറോ ഓപ്പറേറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ടി എക്സ് ഓഫ്, സോ ലെറ്റ് മീ ഡു ദാറ്റ്, phi of x equal to 0 implies tx is the zero operator, implies tx of z is equal to 0 for every z belongs to A, and that implies in particular tx of E, where E is the identity element for the product, is equal to 0, and tx of E, by the definition of tx, it is x dot E. And what is x dot E? It is nothing but x. So you get that phi is 1 1 as well. Is that okay? Yes, sir. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരു ലീനിയർ സ്പേസ് എന്ന നിലയിൽ ഈ എയും എയുടെ ഇമേജ് അണ്ടർ ഫൈയും ഒന്ന് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഐസോമോർഫിക്, അല്ലെങ്കിൽ ഇറ്റ്സ് ആൻ ഐസോമോർഫിക് മാപ്പിംഗ് ടു എൽ ഓഫ് എ ആണെന്ന് നമ്മൾ പറയുന്നില്ല, ഫൈ ഓഫ് എയിലേക്ക്. കാരണം അത് ലീനിയർ ഓൾജിബ്ര എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ പ്രോഡക്റ്റിൻ്റെ നോക്കൂ, അത് ഫൈ ലീനിയർ ആണെന്ന് പറഞ്ഞാൽ അത് ലീനിയർ ഓൾജിബ്രായിക് ഓപ്പറേഷൻസ് പ്രിസർവ് ചെയ്യുന്നു. ഇത് ഫൈ ഓഫ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞാലോ, അത് പുതിയതായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന ഓപ്പറേഷനും ഈ ഫൈ എന്ന മാപ്പ് പ്രിസർവ് ചെയ്യുന്നു. മാത്രമല്ല ഫൈ 1 1 ആണ്. അപ്പം നമുക്ക് ഓൾജിബ്ര എന്നുള്ള നിലയിൽ, കംപ്ലീറ്റ് എന്നുള്ള നിലയിലാണോ എന്നുള്ളത് നമുക്ക് തുടർന്ന് പറയേണ്ട കാര്യങ്ങളാണ്. ബനാക്ക് ഒന്ന് ബനാക്ക് മറ്റേതാവോ എന്നുള്ളത് നമുക്ക് പറയേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യമാണ്. അപ്പം നമ്മളിനി എന്താണ് ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ഫൈ ഓഫ് എ ഏത് സെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ദ നമ്മളൊരു പി എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ട് ആ പി ഫൈ ഓഫ് എ ആണെന്ന് തെളിയിക്കുക ചെയ്യുന്നത്. ഓക്കെ, എനിവേ ലെറ്റ് അതൊരു നൊട്ടേഷൻ പി എന്ന് കൊടുക്കണമെന്നേ ഉള്ളൂ കേട്ടോ. ഇത് അതായത് എൽ ഓഫ് എയുടെ ഒരു സബ്സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ പി ബി ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് എൽ ഓഫ് എ സച്ച് ദാറ്റ് ബി ഓഫ് x dot y is equal to b of x dot y for every x comma y belongs to A. Okay. അപ്പോൾ ഒരു ബിയിലുള്ള ഒരു എലമെന്റ്, അതായത് ബിയിലുള്ള എൽ ഓഫ് എയിലുള്ള ഒരു എലമെന്റ്, ബിയിലുള്ള ഒരു എലമെന്റ് അല്ല, എൽ ഓഫ് എയിലുള്ള ഒരു എലമെന്റ് പിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, എൽ ഓഫ് എയിലുള്ള ഒരു എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ആണ്. ആ ഓപ്പറേറ്റർ പിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ബി ഓഫ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു ബി ഓഫ് എക്സ് ഡോട്ട് വൈ ആയിരിക്കണം. അങ്ങനെയുള്ള ആളുകളെ അടങ്ങുന്ന സെറ്റിനെയാണ് നമ്മൾ പി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സബ്സെറ്റ്, ഇത് എൽ ഓഫ് എയുടെ ഒരു സബ്സെറ്റ് ആണല്ലോ, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ഫൈയുടെ ഇമേജ്. അതായത് നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത് ഫൈ ഓഫ് എ എന്നത് പി ആണ് എന്നുള്ളതാണ്. നമുക്ക് ആ ക്ലെയിം ഒന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. സാധാരണ
സെറ്റ് തിയറിറ്റിക് ആർഗ്യുമെന്റ് ആണ്. നമ്മൾ ഐദർ ഓഫ് ദം ഈസ് എ സബ്സെറ്റ് ഓഫ് ദ അതർ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നു. അതായത് ഫൈ ഓഫ് എക്സ് ഫൈ ഓഫ് എയിലുണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഫൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ടി എക്സ് ആണ്. അപ്പോൾ ടി എക്സ് ഫൈ ഓഫ് എയിലുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? നമുക്ക് തെളിയിക്കേണ്ടത് ഈ ടി എക്സ് എന്ന് പറയുന്നത് പിയിലുണ്ട് എന്നാണ്. ടി എക്സ് പിയിലുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ടി എക്സ് ഓഫ്, പിന്നെ ഇവിടെ എക്സ് ഡോട്ട് വൈ എന്ന് എടുക്കുന്നത് മോശമാണ്, ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് നമ്മുടെ ടി എക്സിന്റെ ഡെഫിനിഷൻ പ്രകാരം എന്താ വരിക? എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് എന്ന് വരും. ടി എക്സ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ ആ സംതിങ് എലമെന്റിനെ എക്സ് കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ അസോസിയേറ്റിവിറ്റി ഉപയോഗിച്ചാൽ ഇതിനെ എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു, നോക്കൂ, എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടി എക്സ് ഓഫ് വൈ ആണ്. സോ യു ഗെറ്റ് ദാറ്റ് ഈസ് ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ്. അപ്പൊ ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് ടി എക്സ് ഓഫ് വൈ ഡോട്ട് സെഡ് ആണ്. അതുകൊണ്ട് ഈ ടി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ പിയിൽ ഉണ്ട്. അതായത് ഫൈ ഓഫ് എക്സ് പിയിലുണ്ട് എന്നുള്ളതാണ്. ഫൈ ഓഫ് എക്സ് ബിലോങ്സ് ടു പി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം ഫൈ ഓഫ് എ ഇസ് എ സബ്സെറ്റ് ഓഫ് പി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി തിരിച്ച് നമുക്ക് ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് പിയിലുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ബി ബിലോങ്സ് ടു പി ആണെങ്കിൽ ബി എന്നുള്ളത് ഫൈ ഓഫ് എയിലുണ്ട് എന്ന് തെളിയിക്കണം. അതായത് ബി എന്ന് പറയുന്നത് എയിലുള്ള ഏതോ ഒരു എലമെന്റിന്റെ ഫൈ പ്രകാരമുള്ള ഇമേജ് ആണ് എന്ന് നമ്മൾ തെളിയിക്കണം. ആ എലമെന്റ് ഈ എക്സ് ആണ്. അതായത് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ഐഡന്റിറ്റി എലമെന്റായ ഇയുടെ ഇമേജ് എടുക്കുക. എക്സ് ഈക്വൽ ടു ബി ഓഫ് ഇ എന്നെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കൂ, ഏത് സെഡ് എടുത്താലും ബി ഓഫ് സെഡ് എന്ന് പറയുന്നത് എന്ത് വരും? നമുക്ക് ബി ഓഫ് ഇ ഡോട്ട് സെഡ് എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കൂ, ബി പിയിലുള്ള എലമെന്റ് ആയതുകൊണ്ട് ബി ഓഫ് ഇ ഡോട്ട് സെഡ് എന്ന് പറയുന്നത് ബി ഓഫ് ഇ ഡോട്ട് സെഡ് ആയിരിക്കും. അതായത് നമുക്ക് എക്സ് ഡോട്ട് സെഡ് എന്ന് വരും. അതായത് ടി എക്സ് ഓഫ് സെഡ് എന്ന് വരും. ക്ലിയർ ആണോ? അതിന്റെ അർത്ഥം എന്താ? ബി എന്ന് പറയുന്നത് ടി എക്സ് ആണ്. സോ അതായത് ബി എന്ന് പറയുന്നത് ടി എക്സ് ആണ്. ടി എക്സ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് ബി എന്ന് പറയുന്നത് ഫൈ ഓഫ് എയിലുണ്ട് എന്ന് കിട്ടും. അതായത് പി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഫൈ ഓഫ് എ എന്ന് കിട്ടും. ഹെൻസ് ദ ക്ലെയിം ഹോൾഡ്സ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എൽ ഓഫ് എയുടെ ഒരു സബ്സ്പേസ് ആണ്. സബ്സ്പേസ് ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല. ഒരു ലീനിയർ മാപ്പിന്റെ ഇമേജ് ആണല്ലോ അത്. ആ ഇമേജ് എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പൊ എത്ര കാര്യങ്ങളാണ് ഉള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലാക്കൂ. നമുക്ക് എ എന്ന് പറയുന്ന ബനാക് ആൾജിബ്ര ഉണ്ട്. ആ ബനാക് ആൾജിബ്രയിൽ നിന്ന് എൽ ഓഫ് എയിലേക്കുള്ള ഒരു 1-1 ലീനിയർ, അതുപോലെ തന്നെ പ്രോഡക്റ്റിനെയും പ്രിസർവ് ചെയ്യുന്ന മാപ്പാണ് ഫൈ എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ
ഈ എയും ഫൈ ഓഫ് എയും ഒന്ന് തന്നെയാണ്. ബനാക് ആൾജിബ്ര എന്ന നിലയിൽ എയും ഫൈ ഓഫ് എയും ഒന്ന് തന്നെയാണ് എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്ക് എയും ഫൈ ഓഫ് എയും ഒന്ന് തന്നെയാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ നമുക്കിനി ബാക്കിയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് കംപ്ലീറ്റ് കൂടി ആവണം, ബനാക് സ്പേസ് ആവണം. ബാക്കിയെല്ലാം ആയി, അത് റിംഗ് എന്താ പറയുക, ഓൾജിബ്രയുടെ ബാക്കി എല്ലാ സ്ട്രക്ചറുകളും റെഡിയായി. എയിലുള്ള അതേ സ്ട്രക്ചർ തന്നെയാണ് ഫൈ ഓഫ് എയിലെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ നമുക്ക് കംപ്ലീറ്റ്നെസ് കൂടി വേണം. കംപ്ലീറ്റ്നെസ് കിട്ടാനായിട്ട് നമുക്ക് ഈ ഫൈ ഓഫ് എ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ മതി. കാരണം നമ്മൾ എ ബനാക് സ്പേസ് ആയതുകൊണ്ട് എൽ ഓഫ് എ എങ്ങനെയായാലും ബനാക് സ്പേസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ബനാക് സ്പേസിന്റെ ഒരു സബ് സ്പേസ് ബനാക് സ്പേസ് ആണെന്ന് പറയാനായിട്ട് അത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് നമ്മളിനി പറയാൻ പോകുന്ന കാര്യം ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് സബ് സ്പേസ് ആണ് എന്നുള്ളതാണ്. ഇസ് ദാറ്റ് ഓക്കെ? Yes, sir. Phi of A is a closed subspace. ആരുടെ? L of A. അത് നമുക്ക് സാധാരണ പോലെ തന്നെ പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നമുക്ക് സബ്സ്പേസ് ആണെന്നുള്ളത് ഞാൻ തെളിയിക്കുന്നില്ല, കാരണം അത് ഫൈ എന്ന ലീനിയർ മാപ്പിന്റെ ഇമേജ് ആണല്ലോ. ഇമേജ് ഓഫ് എ ലീനിയർ മാപ്പ് ഈസ് ഓൾവേസ് എ സബ്സ്പേസ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്കൊരു സീക്വൻസ് എടുക്കാം. ലെറ്റ് ബി എൻ ബി എ സീക്വൻസ് എവിടുന്ന്? ഇൻ പി. പി എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എ, അല്ലെങ്കിൽ ഫൈ ഓഫ് എ എന്ന് തന്നെ എടുക്കാം. ബി എൻ ബി എ സീക്വൻസ് ഇൻ ഫൈ ഓഫ് എ ആൻഡ് ബി എൻ കൺവേർജസ് ടു ബി. നോക്കൂ, ഈ ബി എൻ കൺവേർജസ് ടു ബി എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എയിലുള്ള കൺവേർജൻസ്, നോം കൺവേർജൻസ് ഓപ്പറേറ്റർ നോമിലാണ്. എൽ ഓഫ് എയിൽ നമുക്കൊരു ഓപ്പറേറ്റർ നോം ഉണ്ട്. അപ്പോൾ ആ ഓപ്പറേറ്റർ നോമിലാണ് നമ്മൾ ബി എൻ കൺവേർജസ് ടു ബി എന്ന് നമ്മൾ അവകാശപ്പെടുന്നത്. ഇനി നൗ ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ ഫോർ ഈച്ച് എൻ. ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാൽ റിമെമ്പർ ബി എൻ എന്ന് പറയുന്നത് പിയിലാണ്, ഫൈ ഓഫ് എയിലാണ്. ഫൈ ഓഫ് എ പി ആണ്. പിയുടെ പ്രത്യേകത എന്താ? ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ ആണ്. Is that clear? Yes, sir. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇനി നോക്കൂ, ഈ ബി എൻ കൺവേർജസ് ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ ബി എൻ എക്സ് എങ്ങോട്ടാ കൺവേർജ് ചെയ്യുക? ബി എക്സിലേക്ക് കൺവേർജ് ചെയ്യും അല്ലേ? Yes, sir. ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ എങ്ങോട്ടാ കൺവേർജ് ചെയ്യുക? B of x dot y. അതെ, ബി ഓഫ് എക്സ്. സോ വി ഹാവ് ബി എൻ ഓഫ് എക്സ് ഡോട്ട് വൈ converges to b of x dot y as n tends to infinity, and bn of x converges to b of x. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? b of x dot y, അതായത് ദാ ഈ എക്സ്പ്രഷനിൽ ലെറ്റിംഗ് n tends to infinity നമുക്ക് എന്ത് കിട്ടും? b of x dot y is equal to b of x dot y for every x comma y belongs to a എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം എന്താ? ഈ ബി എന്ന് പറയുന്ന ആൾ എവിടെയുണ്ട്? ബിയിലുണ്ട്, അതായത് ഫൈ ഓഫ് എയിൽ ഉണ്ട്. അതിൻ്റെ അർത്ഥം therefore our claim holds, our claim is proved. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് എൽ ഓഫ് എ എന്ന ബനാക് സ്പേസിന്റെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് ആണെന്ന് കിട്ടി. അതായത് നമുക്ക് ഈ ഫൈ ഓഫ് എ എന്ന് പറയുന്നത് ഒരു ബനാക് സ്പേസ് ആണ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഈ മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയും ഫൈ ഓഫ് എയും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പറയേണ്ടത്, അപ്പോൾ നമ്മൾ ഈ ഫൈ ഓഫ് എയിൽ ഉള്ള എലമെന്റുകൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഫൈ ഓഫ് എയുടെ ആ പ്രത്യേകത ഉപയോഗിച്ചിട്ട് നമ്മൾ എയിൽ ഒരു നോം ഡിഫൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. സോ വി ഡിഫൈൻ, നമ്മുടെ ആഗ്രഹം എയിൽ ഒരു നോം ഡിഫൈൻ ചെയ്യണം. അത് മോഡുലസ് എന്നാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ആ മോഡുലസ് ഓഫ് എക്സ് ഡോട്ട് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ഡോട്ട് മോഡ് വൈ എന്നും മോഡുലസ് ഓഫ് ഇ ഈക്വൽ ടു 1 എന്നും നമുക്ക് തെളിയിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ നൗ
we define a norm in A as follows. അതായത് for x belongs to A, mod x എന്ന് പറഞ്ഞാൽ നോം തന്നെ ഇങ്ങനെ എഴുതുന്നു കേട്ടോ. ഇത് ഡിഫൈൻ ചെയ്യുന്നതാണ്. is defined as, നോക്കൂ, ഈ എക്സിന് പകരം നമുക്ക് phi of x എന്ന ആളെ എടുക്കാം. കാരണം അത് ഒരു 1-1 മാപ്പാണ്. ബനാക് ഓൾജിബ്ര എന്നുള്ള നിലയിൽ അതിന് എല്ലാ ഓപ്പറേഷൻസും പ്രിസർവ് ചെയ്യുന്ന മാപ്പാണ് അത്. അപ്പോൾ നമുക്ക് phi of x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം tx ആണ് എന്നറിയാം, നോം ടി. അതുകൊണ്ടാണ് ഇതിനെ ഈ ഓപ്പറേറ്റർ നോം ആയിട്ടാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്. ഓരോ എലമെന്റിനെയും ഓരോ ഓപ്പറേറ്റർ ആയിട്ട് മനസ്സിലാക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ എലമെന്റിന്റെ നോം എന്ന് പറയുന്നത് ഈ കറസ്പോണ്ടിങ് ഓപ്പറേറ്ററിന്റെ നോം ആയിട്ട് ഡിഫൈൻ ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പ് എന്നുള്ള പ്രയോഗം കൊടുക്കുന്നത്. ശരി, ഇതൊരു നോം ആണോ? നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ നോക്കാം. ഇത് നോം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. Is that okay? Yes, sir. അപ്പോൾ അത് കാരണം ഈ ഏതൊരു ഓപ്പറേറ്ററിന്റെയും നോം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ നോം എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇപ്പൊ എക്സ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ഈ ടി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ടി എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ഓപ്പറേറ്റർ ആയിരിക്കും. 0 ഓപ്പറേറ്ററിന്റെ നോം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നോം എക്സ് എന്ന് പറയുന്നത് 0 ആണെന്ന് കിട്ടും. ഇനി തിരിച്ചോ? തിരിച്ചുള്ള നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കൂ. സോ ക്ലിയർലി നോം എക്സ് ഓപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. കൂടാതെ എക്സ് ഈക്വൽ ടു 0 ആണ് എങ്കിൽ അതിൻ്റെ നോമും 0 ആയിരിക്കും. കാരണം ടി എക്സ് എന്ന് പറയുന്നത് 0 ഓപ്പറേറ്റർ ആണെന്ന് കിട്ടും, അത് 0 ആണെന്ന് കിട്ടും. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഈ നോം എക്സ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് 0 ആണെന്ന് തെളിയിക്കണം. ശരി, നോം എക്സ് 0 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോം ടി എക്സ് 0 ആണെന്നാണ്. അതിൻ്റെ അർത്ഥം ടി എക്സ് എന്ന് പറയുന്നത് 0 ഓപ്പറേറ്റർ ആണ് എന്നാണ്. അപ്പോൾ ടി എക്സ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു 0 ഓഫ് വൈ ഫോർ എവ്രി വൈ ബിലോങ്സ് ടു എ. ഇൻ പർട്ടിക്കുലർ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ടി എക്സ് ഓഫ് ഇ, അതായത് ബനാക് ഓൾജിബ്രയിലെ ഐഡന്റിറ്റി എലമെന്റ് 0 ഓഫ് ഇ, അതായത് എക്സ് ഡോട്ട് ഇ ഈക്വൽ ടു 0, അതായത് എക്സ് ഈക്വൽ ടു 0. Is that clear? Yes, sir. പിന്നെ ഉള്ളതൊക്കെ പെട്ടെന്ന് കിട്ടും. ആ ഒരു കാര്യം മാത്രമേ ഒന്ന് ചെയ്യാനുള്ളൂ. പിന്നെ നോം ഓഫ് ആൽഫ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോം ഓഫ് ടി ആൽഫ എക്സ് എന്ന് വരും. നോം ഓഫ് ടി ആൽഫ എക്സ് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ടി ആൽഫ എക്സ് എന്ന് പറയുന്നതും ആൽഫ ടി എക്സ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഫൈ ഓഫ് ആൽഫ എക്സ് ഈക്വൽ ടു ആൽഫ ഫൈ ഓഫ് എക്സ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ നോം ടി ആൽഫ എക്സ് എന്ന് പറയുന്നത് ആൽഫ ടി എക്സ് ആയിരിക്കും. അതുകൊണ്ട് മോഡ് ആൽഫ ഇൻറ്റു നോം ടി എക്സ് എന്ന് കിട്ടും, അതായത് മോഡ് ആൽഫ ഇൻറ്റു നോം എക്സ് എന്ന് കിട്ടും. അതുപോലെ ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റിയും നിങ്ങൾക്ക് അതുപോലെ, കാരണം ടി എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടി എക്സ് പ്ലസ് ടി വൈ ആണ്. ടി എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ ആണല്ലോ. ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ ആണ്. അല്ലെങ്കിൽ നമ്മളത് ഓൾറെഡി നേരത്തെ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു നോം ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇസ് ദാറ്റ് ഓക്കെ? Yes, sir. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈ എ എന്ന് പറയുന്നത് ഈ നോമിനോട് അനുബന്ധിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കംപ്ലീറ്റ് ആണ് എന്ന് കിട്ടും. അതെന്താ കാരണം? നോക്കൂ, നമുക്ക് പി ക്ലോസ്ഡ് ആണ് എന്നറിയാം.
P is complete. Therefore, A is complete in this norm. Is that okay? Is that clear? Okay, sir. അതായത് നിങ്ങളൊരു ഡയറക്റ്റ് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു കോഷി സീക്വൻസ് എടുക്കുക. അപ്പോൾ ഓപ്പറേറ്റർ നോം ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ടെൻസ് ടു 0 എന്ന് കിട്ടും. അതായത് നോം ടി എക്സ് എൻ മൈനസ് ടി എക്സ് എം ടെൻസ് ടു 0 എന്ന് കിട്ടും. അല്ലെങ്കിൽ നോം ടി എക്സ് എൻ മൈനസ് എക്സ് എം എന്നാണ് വരിക. അതായത് നോം ടി എക്സ് എൻ മൈനസ് ടി എക്സ് എം ടെൻസ് ടു 0 എന്ന് കിട്ടും. അതായത് ടി എക്സ് എൻ എന്ന് പറയുന്നത് ഈ എൽ ഓഫ് എയിലെ ഒരു കോഷി സീക്വൻസ് ആണെന്ന് കിട്ടും. അല്ലെങ്കിൽ പിയിലെ ഒരു കോഷി സീക്വൻസ് ആണെന്ന് കിട്ടും. പി കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്ക് ടി എക്സ് എൻ കൺവേർജ് ചെയ്യുന്നു എന്ന് കിട്ടും. അപ്പോൾ അതിന്റെ ലിമിറ്റ് ആയിട്ട് നമ്മൾ ടി എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ് എൻ നോം എക്സ് എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ടെൻസ് ടു 0 എന്ന് കിട്ടും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് പ്രൂവ് ചെയ്യാനായിട്ടൊന്നുമില്ല. പ്രൂവ് ചെയ്യാനില്ല വെച്ചാൽ ഓൾറെഡി നമ്മൾ പലവട്ടം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അത് കൂടാതെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അപ്പൊ ഈ നോമാണ് നമ്മൾ അന്വേഷിക്കുന്ന നോം എന്നുള്ളതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. നോം എക്സ് എന്ന് പറഞ്ഞാൽ നോം ടി എക്സ് ആണ്. ഇത് ഡെഫിനിഷൻ പ്രകാരം നോം ഓഫ് ആൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീമം ഓഫ് നോം ഓഫ് ടി എക്സ് ഓഫ് വൈ ടേക്കൺ ഓവറോൾ വൈ വിത്ത് നോം 1 ആണ് ഓപ്പറേറ്റർ നോം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു സുപ്രീമം taken over all y with norm 1. Norm of tx of y എന്ന് പറഞ്ഞാൽ norm of x dot y. So this is greater than or equal to norm of x dot e. Because e യുടെ norm എന്ന് പറയുന്നത് 1 ആണ്. e എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന്റെ ഐഡന്റിറ്റി. നോക്കൂ, this is equal to ഇയുടെ നോം 1 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇയുടെ നോം 1 ആണെന്നൊക്കെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണല്ലോ. നമ്മുടെ ഡെഫിനിഷനിൽ എവിടെയില്ല. അതുകൊണ്ട് നമുക്ക് ഇ ബൈ നോം ഇ എടുക്കാം. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, സോ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് നോം എക്സ് ബൈ നോം ഇ. ഇസ് ദാറ്റ് ഓക്കെ? നമ്മൾ പ്രൂവ്, അപ്പൊ നോക്കൂ, ഈ റൈറ്റ് സൈഡിൽ എഴുതിയേക്കുന്ന എക്സിന്റെ നോം എന്ന് പറയുന്നത് ബനാക് ഓൾജിബ്രയിൽ ഓൾറെഡി ഉള്ള നോമാണ് കേട്ടോ. അതേസമയം ഇവിടെ എഴുതിയേക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിലെ ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന നോമാണ്, വേറൊരു നോം ആണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്നത് ഈ രണ്ട് നോമുകളും ഈക്വലന്റ് ആണ് എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു റിസൾട്ട് പഠിക്കുകയുണ്ടായി, കഴിഞ്ഞ സെക്ഷനിലാണ്. സോറി, ശരി. ലുക്ക് അറ്റ് ദിസ് റിസൾട്ട്. അതായത് ഒരു സ്പേസിൽ തന്നെ രണ്ട് നോമുകൾ, നോം 1ഉം നോം 2ഉം, രണ്ടിനോടനുബന്ധിച്ചും അത് കംപ്ലീറ്റ് ആണ് എന്നിരിക്കട്ടെ. ഒരു കോൺസ്റ്റന്റ് സി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നോമുകളും ഈക്വലന്റ് ആണ്. അതല്ലേ ഇവിടുത്തെ സിറ്റുവേഷൻ? ഇപ്പോൾ രണ്ട് നോമുകൾ ഒരു സ്പേസിൽ, ഒന്ന് അവിടുത്തെ ഓൾറെഡി ഉള്ള നോം, പിന്നെ ഇപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്ന നോം, രണ്ടും കംപ്ലീറ്റ് ആണ്. അതായത് ഈ നോമിൽ കംപ്ലീറ്റ് ആണ്, നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. ഓൾറെഡി ബനാക് ഓൾജിബ്ര ആണല്ലോ, അപ്പോൾ ബനാക് സ്പേസ് ആണ്. അപ്പോൾ ഇതിൽ നോമിലും ആ നോമിലും കംപ്ലീറ്റ് ആണ്. നമുക്ക് ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അല്ലേ, നോക്കൂ ആ കണ്ടീഷൻ എന്താ? അത് നോം 2 ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു നോം 1 ഓഫ് എക്സ്. അത് തന്നെയല്ലേ ഇവിടെയും.
നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ഇൻറ്റു നോം ഓപ്പറേറ്റർ ഓഫ് എക്സ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഈ രണ്ട് ഓപ്പറേറ്റേഴ്സും ഈ രണ്ട് നോമുകളും ഈക്വലന്റ് ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ? അപ്പൊ നമുക്ക് എന്തായി? ഈക്വലന്റ് ആയിട്ടുള്ള നോമായി. ഇനി നമുക്ക് എന്താ വേണ്ടേ? എന്തുകൂടി പ്രൂവ് ചെയ്താൽ ഈ റിസൾട്ട് പ്രൂവ് ചെയ്ത് തീരും? നോമി 1 ആണെന്നും വേണം, ആ നോം എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ഡോട്ട് നോം വൈ എന്നും വേണം. അത് രണ്ടും വേണം. വേണ്ടേ? അപ്പൊ നമുക്ക് നോക്കാം. നോം, അപ്പൊ പുതിയ നോമാണ്. പുതിയ നോമില് അത് വളരെ എളുപ്പമാണ്. ദിസ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഡെഫിനേഷൻ പ്രകാരം ടി എക്സ് ഡോട്ട് വൈ ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു, ടി എക്സ് ടി വൈ ആണ്. നമുക്കറിയാം നോം എ ബി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ നോം ബി ആണ്. ഓപ്പറേറ്ററുകളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് നോം ടി എക്സ് ടി വൈ എന്ന് കിട്ടും. അതായത് നോം എക്സ് നോം വൈ എന്ന് എഴുതാനായിട്ട് പറ്റും. ഇനി നോം ഈ 1 ആണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. കാരണം ഈ നോം ഇ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം എന്ത് കിട്ടും? ടി ഇയുടെ നോം എന്ന് കിട്ടും. ടി ഇ എന്ന് പറഞ്ഞാൽ ആരാ? ഏത് ഓപ്പറേറ്റർ ആയിരിക്കും? ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആയിരിക്കും. കാരണം ടി എക്സ് എന്ന് പറഞ്ഞാൽ ടി എക്സ് ഓഫ് വൈ ഈസ് ഡിഫൈൻഡ് ആസ് എക്സ് ഡോട്ട് വൈ. അപ്പൊ ടി ഇ ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് ഇ ഡോട്ട് എക്സ്. ദാറ്റ് ഈസ് ടി ഇ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ എവരി എക്സ്. അതായത് ഐഡന്റിറ്റി ഓപ്പറേറ്റർ ആണെന്ന് കിട്ടും. ഐഡന്റിറ്റി ഓപ്പറേറ്ററിന്റെ നോം 1 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ദ തിയറം ഈസ് പ്രൂവ്ഡ്. ക്ലിയർ ആയോ? നമ്മളിതാ ഇവിടെ പി എടുത്തു, ഡീറ്റെയിൽ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. പി ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പി കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എയിൽ പുതിയൊരു നോം ഡിഫൈൻ ചെയ്യുന്നു. അത് നോമാണെന്ന് തെളിയിക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ രണ്ട് നോമുകളും ഈക്വലൻ്റ് ആണെന്ന് തെളിയിക്കുന്നു. ആ നോം നമുക്ക് വേണ്ട കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നും പറയും. ഓക്കെ? ഇനി ഓൾറെഡി നമുക്ക് ഈ ബനാക് ആൾജിബ്രയിൽ തന്നിട്ടുള്ള നോം എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് നോം വൈ എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരുന്നു എന്നിരിക്കട്ടെ. കൂടാതെ നോം ഈക്വൽ ടു 1 എന്ന കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത ഈ പുതിയ നോം എന്ന് പറയുന്നത് നേരത്തെ ഓൾറെഡി ആ ബനാക് ആൾജിബ്രയിലുള്ള നോമിനോട് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഇഫ് നോം എക്സ് ഡോട്ട് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് നോം വൈ, അത് ബനാക് ആൾജിബ്രയിലെ നോമാണ്, and norm e equal to 1, then the newly defined this operator norm will be the same as the given norm. That can be very easily proved. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു കണ്ടതാ. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ, നോം എക്സ് ഓഫ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് ബൈ നോം ഇ എന്ന് കിട്ടും. അതായത് നോം ഇ 1 ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു നോം എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നോം എക്സ് ഓപ്പറേറ്റർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് എന്ന് കിട്ടി. ഇനി തിരിച്ച് നോം എക്സ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ടി എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ നോമാണ്. അതായത് സുപ്രീമം ഓഫ് നോം ഓഫ് ടി എക്സ് ഓഫ് വൈ ടേക്കൺ ഓവർ ഓൾ വൈ വിത്ത് നോം വൈ ഈക്വൽ ടു 1. ദാറ്റ് ഈസ് സുപ്രീമം ടേക്കൺ ഓവർ ഓൾ വൈ വിത്ത് നോം വൈ ഈക്വൽ ടു 1. നോം ഓഫ് ടി എക്സ് വൈ എന്ന് പറഞ്ഞാൽ നോം എക്സ് ഡോട്ട് വൈ. നോം എക്സ് ഡോട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് നോം വൈ ആണ്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു നോം എക്സ്. അപ്പോൾ നമുക്ക് നോം എക്സ് ഓഫ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് എന്നും നോം എക്സ് ഓഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് എന്നും കിട്ടും. അതായത് that will be the same. Okay? Then നമ്മൾ ഓൾറെഡി ബനാക് ആൾജിബ്രയുടെ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു, ഈ പ്രോഡക്റ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് വേരിയബിൾ. അത് ഫസ്റ്റ് എക്സ് എന്ന് പറയുന്ന വേരിയബിളും വൈ എന്ന് പറയുന്ന വേരിയബിളും കണ്ടിന്യൂസ് ആണ്. എന്ന് പറഞ്ഞാൽ എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ എക്സ് എൻ വൈ കൺവേർജസ് ടു എക്സ് വൈ ആണ്. അതുപോലെ വൈ എൻ കൺവേർജസ് ടു വൈ ആണെങ്കിൽ എക്സ് വൈ എൻ കൺവേർജസ് ടു എക്സ് വൈ ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്രോഡക്റ്റ് മാപ്പ് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ
എക്സ് എൻ എക്സിലേക്കും വൈ എൻ വൈയിലേക്കും കൺവേർജ് ചെയ്യുകയാണെങ്കിൽ എക്സ് എൻ വൈ എൻ എന്ന് പറയുന്നത് എക്സ് വൈയിലേക്ക്, എക്സ് എൻ വൈ എന്ന് പറഞ്ഞാൽ എക്സ് എൻ ഡോട്ട് വൈ എൻ ആണ്, എക്സ് വൈയിലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് പറയാനായിട്ട് പോകും. അതും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പ്രൂവ് ചെയ്യാവുന്നതാണ്. യൂഷ്വലി നമ്മൾ ചെയ്യുന്ന പോലെ നോക്കൂ, എക്സ് എൻ കൺവേർജസ് ടു എക്സും വൈ എൻ കൺവേർജസ് ടു വൈയും ആണെന്ന് വിചാരിക്കുക. ബനാക് ആൾജിബ്രയിലാണ് ഇതെല്ലാം. എക്സ് എൻ വൈ എൻ എക്സ് വൈയിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് തെളിയിക്കാനായിട്ട് നമ്മൾ ഒരു എക്സ് എൻ വൈയും മൈനസ് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ട് എക്സ് എൻ വൈ എൻ മൈനസ് എക്സ് എൻ വൈയെ നമ്മൾ എക്സ് എൻ ഇൻറ്റു വൈ എൻ മൈനസ് വൈ എന്ന് എഴുതും. ഓപ്പറേറ്റേഴ്സിനൊക്കെ ചെയ്യുന്ന അതേ കാര്യം, ഓപ്പറേറ്റേഴ്സിൽ പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഇവിടെ നമുക്കത് ബനാക് ആൾജിബ്ര ആയതുകൊണ്ട് ആ പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ട്രയാങ്കിൾ ഇൻഈക്വാലിറ്റി പ്രകാരം ദിസ് ഈസ് നോം എക്സ് എൻ ഇൻറ്റു വൈ എൻ മൈനസ് വൈ പ്ലസ് നോം എക്സ് എൻ മൈനസ് എക്സ് ഇൻറ്റു വൈ എന്ന് വരും. ഇനി നോം എന്ന് പറയുന്നത് ഈ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, നോം ഓഫ് എക്സ് എൻ ഡോട്ട് വൈ എൻ മൈനസ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് എൻ ഇൻറ്റു നോം വൈ എൻ മൈനസ് വൈ പ്ലസ് നോം എക്സ് എൻ മൈനസ് എക്സ് ഇൻറ്റു നോം വൈ. സോ യു ഗെറ്റ് ദാറ്റ്. ആൻഡ് ഫർദർ മോർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ, ഈ നോം എക്സ് എൻ എന്ന് പറയുന്നത് എക്സ് എൻ കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് നോം എക്സ് എൻ ബൗണ്ടഡ് ആയിരിക്കും. അതുകൊണ്ട് ദിസ് നോം എക്സ് എൻ വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം സി. അതുകൊണ്ട് ഈ വൈ എൻ മൈനസ് വൈ സീറോയിലേക്ക് കൺവേർജ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ എഴുതിയാലും മതി, കൺവേർജസ് ടു നോം എക്സ് ഡോട്ട് സീറോ എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ അവിടെ എക്സ് എൻ എന്ന് പറയുന്നത് നോം എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം സി ആണെന്ന് എഴുതിയാൽ സി ഇൻറ്റു നോം വൈ എൻ മൈനസ് വൈ പ്ലസ് നോം എക്സ് എൻ മൈനസ് എക്സ് ഡോട്ട് നോം വൈ എന്ന് കിട്ടും. അപ്പോൾ അത് എക്സ് വൈയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ പ്രോഡക്റ്റ്, ബനാക് ആൾജിബ്രയിലെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വിത്ത് റെസ്പെക്ട് ടു ബോത്ത് വേരിയബിൾസ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫൈൻ. ഇനി നമ്മൾ ബനാക് ആൾജിബ്രയുടെ തുടർന്നുള്ള ഡിസ്കഷൻസിലെല്ലാം തന്നെ ഇവിടെ ഉപയോഗിച്ച പോലെ തന്നെ ഈ നോം എക്സ് ഡോട്ട് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എക്സ് നോം വൈ എന്നും നോം ഇ ഈക്വൽ ടു 1 ആണെന്നും നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കുക. അതായത് ബനാക് ആൾജിബ്രയിലെ നോമിന് എല്ലായ്പ്പോഴും ഈ കണ്ടീഷൻസ് ഉണ്ട് എന്നാണ് അർത്ഥം. നമ്മളത് ഡെഫിനിഷനിൽ പറഞ്ഞില്ല, പക്ഷേ നമ്മൾ തിയറമായിട്ട് എന്ത് പ്രൂവ് ചെയ്തു, ഏത് ബനാക് ആൾജിബ്ര എടുത്താലും അതിനോട് ഈക്വലൻ്റ് ആയിട്ടുള്ള ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നോം ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പം അതുകൊണ്ട് ഏതൊരു ബനാക് ആൾജിബ്രയിലെ നോമിനും ഈ കണ്ടീഷൻസ് ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്യുന്നതിൽ തെറ്റില്ല. ഓക്കെ? എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? Okay, then we shall stop.